ഗ്രീൻ പീസ് വെച്ച് ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ സ്ഥിരം ഇത് തന്നെ ഉണ്ടാക്കും കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ മാറി നിൽക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ചധികം നേരം നമ്മളെ ഗ്രീൻ പീസ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അത്രയും സമയമില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 3 ചെറിയ സവാളയും 2 പച്ചമുളകും 1 ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ചരുവത്തിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമുക്കിത് കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിലൊക്കെ കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ അല്ലെങ്കിൽ ഒരു 3 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വരും. പക്ഷേ എനിക്ക് കുക്കറിൽ വേവിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത് ഒന്നെങ്കിൽ വെന്തങ്ങ് ഉടഞ്ഞു പോകും, അല്ലെങ്കിൽ പിരുന്ന് കിടക്കും. ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വേണ്ട ഒരു പരുവത്തിൽ തന്നെ ഇത് വെന്ത് വരികയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാനാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ കുക്കറിൽ വേവിച്ചോ. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുവിധം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം നമ്മുടെ ഗ്രീൻ പീസ് വെന്തോ എന്ന്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അധികം വെന്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സവാളയും ക്യാരറ്റും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഇഞ്ചി കുത്തിപ്പൊടിച്ചത്, 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. നമ്മളെ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് നമ്മളെ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്, ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആവശ്യമുള്ളൂ. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയങ്ങെടുക്കുക. ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ അതിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളങ്ങ് വെന്ത് ഉടച്ചങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കഴിക്കാൻ കിട്ടുമ്പോൾ അത് ചെറിയ ചെറിയ തരി പോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ ഗ്രീൻ പീസ് ഒന്നും കൂടെ ഞാൻ വേവിക്കുന്നുണ്ട്. ആ ഗ്രീൻ പീസിൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വെള്ളം ഒട്ടും കളയാതെ തന്നെയാണ് കേട്ടോ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്നുകൂടെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിപ്പോവും. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തൊരു കുഴി പോലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട അതിൻ്റെ നടുക്കേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇളക്ക ഒന്നും ചെയ്യേണ്ട. മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ ഈ ഗ്രീൻ പീസ് വെച്ച് തന്നെ ആ മുട്ട എല്ലാം ഒന്ന് കവർ ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കറക്റ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കൊരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ നാടൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഗ്രീൻ പീസ് റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് വൈകുന്നേരങ്ങളിലെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കഴിച്ചാലും നമ്മളെ വയറ് നിറയും. ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഉപ്പുമാവിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് രുചി നമുക്ക് കിട്ടുക. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് വരികയാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.